താരസംഘടന അമ്മയുടെ നിർണായക ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരാനാണ് സാധ്യത. ലൈംഗികാരോപണം ഉണ്ടായതിനു പിന്നാലെ രാജിവെച്ച സിദ്ദീഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയെയും ഇന്ന് തീരുമാനിക്കും. പ്രതിഫലം, ലഹരി ഉപയോഗിക്കില്ലെന്ന കരാർ ഉൾപ്പെടെ നിർണായക വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സൈഫുനിസ, ഭാരവാഹികൾക്ക് അടക്കം മാറ്റമുണ്ടാകണം, അതോടൊപ്പം ഈ നിർമ്മാതാക്കളുടെ കരാർ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനമെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രുചിഷ്, പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പുതിയ ഭരണസമിതി ആര് എന്നുള്ളതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായ വിവാദങ്ങളെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിരുന്നു. പിന്നീട് അഡ്ഹോക് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഈ ജനറൽ ബോഡി വരെയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി. ഇന്ന് ബോഡി യോഗം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരാനാണ് സാധ്യത കാണുന്നത്. മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരുകയാണ് എങ്കിൽ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ തുടരാനാണ് സാധ്യത. വൈകിട്ട് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മോഹൻലാൽ തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെയും നാമനിർദ്ദേശം ചെയ്യും. അതാകും ഭരണസമിതിയുടെ തീരുമാനം. ഒപ്പം തന്നെ മറ്റ് 2 കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകിയ കത്തുമായി ബന്ധപ്പെട്ട് ആദ്യം നൽകിയ കത്ത് എന്ന് പറയുന്നത് താരങ്ങളുടെ പ്രതിഫല തുക ഗഡുക്കളാക്കണം എന്നുള്ളതാണ്. അതായത് അവസാന ഗഡു സിനിമയുടെ റിലീസിന് ശേഷം എന്ന രീതിയിലേക്ക് തീരുമാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അന്ന് അഡ്ഹോക് കമ്മിറ്റിയാണ്, അതുകൊണ്ട് നിലവിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല, ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നുള്ളതായിരുന്നു അമ്മ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഇതിൽ മുഴുവൻ അംഗങ്ങളോടും അഭിപ്രായം ആരായും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിർമ്മാതാക്കളുടെ സംഘടന ഇനിയുള്ള വരാനിരിക്കുന്ന സിനിമകളുടെ കരാറുകളിൽ നടന്മാരും ഒപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും എല്ലാവരും തന്നെ പുതിയൊരു കരാർ വ്യവസ്ഥയിൽ ഒപ്പിടണം എന്നുള്ളതാണ്. അതായത് സെറ്റിലോ ലൊക്കേഷനിലോ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള കരാറാണ്. ആ കരാറ് അനുകൂലിക്കണം എന്നുള്ളതാകും ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു നിർദ്ദേശം. അത് എല്ലാ താരങ്ങളും അതിന് സമ്മതം അറിയിക്കാനുമാണ് സാധ്യത. രാവിലെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ടൊവിനോ തോമസിനോട് നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ടൊവിനോ പറഞ്ഞത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനൊപ്പം നിൽക്കും. നിർമ്മാതാക്കളുടെ സംഘടന എടുത്തിരിക്കുന്ന മികച്ച തീരുമാനമാണ്, അതിനൊപ്പം നിൽക്കും, കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ താരങ്ങളും ആ രീതിയിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇനി സിനിമയുടെ കരാറുകളിൽ പുതിയൊരു വ്യവസ്ഥ കൂടി എഴുതി ചേർക്കപ്പെടും. അതായത് ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള കരാറ്. അത് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടാകും. നേരത്തെ തന്നെ ഫെഫ്ക അതിനെ അനുകൂലിക്കുകയും ചെയ്താണ്. ഇത്തരം 3 കാര്യങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാകുന്നത്. മമ്മൂട്ടി ചികിത്സയിലായതിനാൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ 13 വർഷത്തിന് ശേഷം ജഗതി ശ്രീകുമാർ ഇന്നത്തെ യോഗത്തിന് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ യോഗം തുടങ്ങിയ ഉടനെ ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റാണ് സംസാരിച്ചത്. അതിൽ ഈ സിനിമാ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു ജയൻ ചേർത്തലയുടെ ഭാഗത്തുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ടത് അമ്മ ഓഫീസിന് മുൻപിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലോ കോളേജ് വിദ്യാർത്ഥികൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ. ഈ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജയൻ ചേർത്തല പ്രസംഗിക്കുകയും ചെയ്തത്. അന്ന് റീത്ത് വെച്ചപ്പോൾ മനസ്സിലായി ഇനി നമ്മൾ മുൻപോട്ട് പോയേ പറ്റൂ എന്ന് ജയൻ ചേർത്തല അതിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ മധു ആശംസ നൽകിയിരുന്നു. നടൻ മധു നേരിട്ടെത്തിയിരുന്നില്ല. അതിൽ നടൻ മധു പറഞ്ഞ കാര്യം പലരും പല ഭാഗത്തു നിന്നും അമ്മയ്ക്കകത്തു നിന്ന് പോലും ഈ അമ്മ സംഘടനയെ തകർക്കാനായി ശ്രമം നടന്നിരുന്നു. പക്ഷേ ഈ അംഗങ്ങളുടെ സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ് ഈ സംഘടന തളരാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് നടൻ മധു പറഞ്ഞത്. എന്തായാലും ഇതുവരെയുള്ള ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മലയാള സിനിമയിൽ ചർച്ചയായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിലും ചർച്ചയാകുമെന്നുള്ളത് ആണ് പ്രതീക്ഷിക്കേണ്ടത്. രുചിഷ്. ശരി സൈഫുനിസ, എന്തായാലും അമ്മയുടെ യോഗം തുടങ്ങിയിട്ടുണ്ട്, ജനറൽ ബോഡി യോഗം തുടങ്ങിയിട്ടുണ്ട്. പ്രധാന നടന്മാരെല്ലാം മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മമ്മൂട്ടി ഇന്ന് യോഗത്തിന് പങ്കെടുക്കുന്നില്ല. വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്ന് സൈഫുനിസ.